ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലായിട്ട് ഫണ്ടമെൻ്റൽ റിലേഷണൽ ആൾജിബ്ര ഓപ്പറേഷൻസ് ആയിട്ടുള്ള സെലക്ഷൻ, പ്രൊജക്ഷൻ, സെറ്റ് ഡിഫറൻസ്, സെറ്റ് യൂണിയൻ എന്ന ഓപ്പറേഷൻസിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തല്ലേ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓപ്പറേഷൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആർ എന്നും എസ് എന്നും പറയുന്ന രണ്ട് റിലേഷൻ ഉണ്ടെങ്കിൽ ആ റിലേഷനെ റിപ്പിൾസിനെ തമ്മിൽ കോൺകാറ്റിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നത്. അതിന് നമുക്ക് ആർ ക്രോസ് എസ് എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്യാം. അപ്പോൾ ഈ ആർ എന്നും എസ് എന്നും പറഞ്ഞ റിലേഷൻ്റെ സ്കീമാസിന് ഒരു കൺസ്ട്രെയിൻസും ഇല്ല. അപ്പോൾ ഇതിന് ഈ ആർ എന്നും എസ് എന്നും പറഞ്ഞ റിലേഷൻ അവ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്കീമ എന്ന് പറയുന്നത് ആർ എന്നും എസ് എന്നും പറയുന്ന റിലേഷൻ്റെ സ്കീമാസിൻ്റെ കോൺകാറ്റിനേഷൻ ആയിരിക്കും. ഇപ്പോൾ ആർ എന്നും എസ് എന്നും പറയുന്ന റിലേഷൻ്റെ അകത്ത് കോമൺ ആയിട്ടുള്ള ആട്രിബ്യൂട്ട് നെയിം ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ആട്രിബ്യൂട്ട് നെയിം നമ്മൾ ഓവർലാപ്പിംഗ് ആട്രിബ്യൂട്ട് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ആട്രിബ്യൂട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ആട്രിബ്യൂട്ട്സിനെയും ഇൻക്ലൂഡ് ചെയ്യും, ഒന്നിനെ പോലും എലിമിനേറ്റ് ചെയ്യുകയില്ല. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ആട്രിബ്യൂട്ട്സിനെ ഓവർലാപ്പ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിലേഷൻ്റെ നെയിമിനെ നമ്മൾ അതിന് കൂടുതൽ പ്രിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിനായിട്ട് ആർ എന്നും എസ് എന്നും പറയുന്ന റിലേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ആർ എന്ന് പറഞ്ഞ റിലേഷൻ്റെ അകത്ത് രണ്ട് ആട്രിബ്യൂട്ടാണ് ഉള്ളത്, എ എന്നും ബി എന്നും. എസ് എന്ന് പറഞ്ഞ റിലേഷൻ്റെ ആട്രിബ്യൂട്ടാണ് ബി എന്നും സി എന്നും. അപ്പോൾ ആർ ക്രോസ് എസ് എന്ന് പറയുന്ന സ്കീമ, അതിൻ്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ചെയ്യുമ്പോഴുള്ള അതിൻ്റെ സ്കീമ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? എ, ആർ ഡോട്ട് ബി, എസ് ഡോട്ട് ബി, സി. അപ്പോൾ ഇവിടെ ഈ ഇൻപുട്ട് റിലേഷൻ്റെ അകത്ത് ബി എന്ന് പറയുന്ന കോമൺ ആയിട്ടുള്ള ആട്രിബ്യൂട്ട് ആർ എന്നും എസ് എന്നും പറഞ്ഞ റിലേഷനകത്ത് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആർ എന്ന് പറയുന്ന റിലേഷന് ബി എന്ന് പറയുന്ന ഈ ആട്രിബ്യൂട്ട് കൊണ്ട് പ്രിപ്പെൻഡ് ചെയ്ത് ആർ ഡോട്ട് ബി എന്നും ബി എന്ന് പറയുന്ന ഈ ആട്രിബ്യൂട്ടിനെ എസ് എന്ന് പറയുന്ന റിലേഷൻ്റെ ആയിട്ട് പ്രിപ്പെൻഡ് ചെയ്ത് എസ് ഡോട്ട് ബി എന്നും പറഞ്ഞ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ബോറോവർ, ലോൺ എന്ന് പറയുന്ന രണ്ട് റിലേഷൻ. ബോറോവർ എന്ന് പറഞ്ഞ റിലേഷൻ്റെ അകത്ത് രണ്ട് ആട്രിബ്യൂട്ട് ഉണ്ട്, കസ്റ്റ് നെയിമും ലോൺ ഐ ഡിയും. ലോൺ എന്ന് പറഞ്ഞ റിലേഷൻ്റെ അകത്ത് മൂന്ന് ആട്രിബ്യൂട്ട് ഉണ്ട്, ലോൺ ഐ ഡിയും ബ്രാഞ്ച് നെയിമും എമൗണ്ടും. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, കോമൺ ആയിട്ട് ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്, ലോൺ ഐ ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോൺ ഐ ഡി നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് എങ്ങനെ പറയാം? ബോറോവർ ഡോട്ട് ലോൺ ഐ ഡി എന്ന് പറയാം. ലോൺ ഐ ഡി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഈ ലോൺ എന്ന് പറയുന്ന റിലേഷൻ്റെ ലോൺ ഐ ഡി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എങ്ങനെ പറയാം? ലോൺ ഡോട്ട് ലോൺ ഐ ഡി എന്ന് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഈ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതെന്ന് പറയുന്നത് രണ്ട് റിലേഷൻ്റെ ടുപ്പിൾസിനെ കോൺകാറ്റിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ 4 ടുപ്പിൾസ് ഉണ്ട്, ഇവിടെ 4 ടുപ്പിൾസ് ഉണ്ട്. അപ്പോൾ കോൺകാറ്റിനേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 4 × 4 = 16 ടുപ്പിൾസ് ആണ് നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് ആർ എന്ന് പറയുന്ന റിലേഷനും എസ് എന്ന് പറയുന്ന റിലേഷനും തമ്മിൽ നമ്മൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുമ്പോൾ ആ റിസൾട്ടിൻ്റെ അകത്ത് റിസൾട്ട് എന്ന് പറയുന്നത് ആർ എന്ന് പറയുന്ന റിലേഷൻ്റെ എല്ലാ ടുപ്പിൾസും എസ് എന്ന് പറയുന്ന റിലേഷൻ്റെ ടുപ്പിൾസുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. ആർ എന്ന് പറയുന്ന റിലേഷൻ്റെ അകത്ത് എൻ ആർ ടുപ്പിൾസ് ഉണ്ടെങ്കിൽ എസ് എന്ന് പറയുന്ന റിലേഷൻ്റെ അകത്ത് എൻ എസ് ടുപ്പിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എൻ ആർ ക്രോസ് എൻ എസ് ടുപ്പിൾസ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ ഈ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഫൈൻഡ് ചെയ്യുന്നതിലൂടെ രണ്ട് റിലേഷൻസ് തമ്മിൽ കമ്പയർ അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. ഇപ്പോൾ ആർ എന്ന് പറയുന്ന റിലേഷൻ്റെ ടുപ്പിൾസിനെ എസ് എന്ന് പറയുന്ന റിലേഷൻ ടുപ്പിൾസുമായിട്ട് കോറിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. മാത്രമല്ല ഈ ആർ ക്രോസ് എസ് എന്ന് പറയുന്നത് നമ്മൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പ്രെഡിക്കേറ്റ് കണ്ടീഷൻസ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് അതിൽ നിന്നും ഈ റിസൾട്ട് ഡിസൈഡ് ആയിട്ടുള്ള റിസൾട്ട് എക്സ്ട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്ത് അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ എക്സാമ്പിൾ തന്നെ നോക്കാം. ബോർ ഓവറിൻ്റെ സ്കീമ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? കസ്റ്റ് നെയിമും ലോൺ ഐ ഡിയും അല്ലേ? ബോർ ഓവർ അതിൻ്റെ സ്കീമ കസ്റ്റ് നെയിം, ലോൺ ഐ ഡി. അതുപോലെ ലോണിൻ്റെ സ്കീമയാണ് ലോൺ ഐ ഡി, ബ്രാഞ്ച് നെയിം, എമൗണ്ട് അല്ലേ? ലോൺ ഐ ഡി, ബ്രാഞ്ച് നെയിം, എമൗണ്ട്. അപ്പോൾ ബോർ ഓവർ ഡോട്ട് ക്രോസ് ലോൺ ഇതിൻ്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എടുത്തു. അപ്പോൾ നമ്മുടെ റിസൾട്ട് എങ്ങനെ വരും? റിസൾട്ടായിട്ടുള്ള സ്കീമ എന്ന് പറയുന്നത് കസ്റ്റ് നെയിം, പിന്നെ ബോറോവറിൻ്റെ എന്ന് പറയുന്ന ടേബിളിൻ്റെ അല്ലെങ്കിൽ റിലേഷൻ്റെ ആട്രിബ്യൂട്ടായിട്ട് ലോൺ ഐ ഡി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോറോവർ ഡോട്ട് ലോൺ ഐ ഡി. അതുപോലെ ഈ ലോൺ എന്ന് പറയുന്ന റിലേഷൻ്റെ ലോൺ ഐ ഡി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോൺ ഡോട്ട് ലോൺ ഐ ഡി, പിന്നെ ബ്രാഞ്ച് നെയിം, എമൗണ്ട് എന്നിങ്ങനെ നമുക്ക്
റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെ ഈ ഇത്തരത്തിലുള്ള ഈ ലോൺ ഐ ഡി പോലത്തെ ഓവർലാപ്പിംഗ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ സോഴ്സ് ആയിട്ടുള്ള റിലേഷൻ, അതായത് ബോറോവർ ലോൺ എന്ന് പറയുന്നത് പോലത്തെ സോഴ്സ് റിലേഷൻ നമ്മൾ ഈ ആട്രിബ്യൂട്ട് ഓവർലാപ്പ് ചെയ്യുന്ന ആട്രിബ്യൂട്ടിൻ്റെ മുമ്പായിട്ട് പ്രിപ്പൻഡ് ചെയ്തു അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുമ്പം ആ രണ്ട് റിലേഷൻ്റെയും റോസ് അല്ലെങ്കിൽ ടുപ്പിൾസിനും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടിയത് അത് 16 ടുപ്പിൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഡിസൈഡ് ആയിട്ടുള്ള റിസൾട്ട്സ് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. മാത്രമല്ല എന്താണ്, ഈ രണ്ട് ബോറോവർ എന്നും ലോൺ എന്നും പറഞ്ഞ ഈ രണ്ട് റിലേഷൻ തമ്മിൽ കമ്പയർ ചെയ്യാനും നമുക്കിതിലൂടെ പറ്റും. ഇപ്പം എന്താണ് ഇവിടെ തന്നെ നമ്മൾ റിസൾട്ട് കിട്ടിയതിൽ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം, ജാക്സൺ എന്ന് പറയുന്ന കസ്റ്റമറിന് ലോൺ ഐ ഡി, ബോറോവർ എന്ന് പറയുന്ന ലോൺ എന്ന് പറയുന്ന ക്ലാസ്സുകൾ സെയിം ആണ്, L419. ആ വ്യക്തിക്ക് സിയാറ്റിൽ എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിൽ ഒരു അക്കൗണ്ട് ഉണ്ട് എന്ന് മനസ്സിലായി, എമൗണ്ട് ഇത്രയാണ്. അതുപോലെ ലെവിസ് എന്ന് പറയുന്ന വ്യക്തിക്ക് L421 ആണ് ലോൺ ഐ ഡി, രണ്ട് സ്ഥലത്തും കോമൺ ആയിട്ടുണ്ട്. സാൻ ഫ്രാൻസിസ്കോ ബ്രാഞ്ച് നെയിം 7500 ആണ് എമൗണ്ട് എന്ന് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ കണ്ടീഷൻ കൊടുക്കാം. അതായത് ബോറോവർ ലോൺ എന്ന് പറയുന്ന രണ്ട് റിലേഷൻ തമ്മിൽ ക്രോസ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്നുള്ള ടുപ്പിൾസിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ആ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ചെയ്ത ടുപ്പിൾസിൽ നിന്നും എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത ടുപ്പിൾസിനാണ് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത്. അതായത് ബോറോവർ ലോൺ ഐ ഡിയും ലോണിൻ്റെ ലോൺ ഐ ഡിയും ഈക്വലായി വരുന്ന ടുപ്പിൾസിനെ മാത്രം സെലക്ട് ചെയ്തെടുക്കുക. അതാണ് ഈ എക്സ്പ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് സിയാറ്റിൽ ഒരു ബ്രാഞ്ച് നെയിം, അത് സിയാറ്റിലായിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ പേര് റിട്രീവ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കറിയാം ഇവിടെ രണ്ട് റിലേഷനുണ്ട്, ബോറോവർ എന്നും ലോൺ എന്നും പറയുന്ന രണ്ട് റിലേഷനുണ്ട്. അവ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു ഓവർലാപ്പിംഗ് ആട്രിബ്യൂട്ട് ഉണ്ട്, ലോൺ ഐ ഡി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, നമ്മൾ ബോറോവറിൻ്റെയും ലോൺ എന്ന് പറയുന്ന റിലേഷൻ്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഫൈൻഡ് ചെയ്യുന്നു. എന്നിട്ട് ആ കിട്ടിയ റിസൾട്ടിൻ്റെ ടുപ്പിൾസ്, എങ്ങനത്തെ ടുപ്പിൾസാണ്, ലോൺ ഐ ഡിയും രണ്ട് സ്ഥലത്തും ബോറോവറും ലോണെന്നും പറഞ്ഞ റിലേഷനിൽ സെയിം ആയിട്ട് വരുന്ന ഈ ടുപ്പിൾസിനെ മാത്രം നമ്മൾ സെലക്ട് ചെയ്തു. അതവിടെ വെച്ചിരിക്കുന്നത് അങ്ങനെ കോമൺ ആയിട്ടുള്ള ടുപ്പിൾസ് നമ്മൾ സെലക്ട് ചെയ്തു. പിന്നെ ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്, ബ്രാഞ്ച് നെയിം സിയാറ്റിലായിരിക്കണം. അപ്പം നമുക്ക് ഈ എക്സ്പ്രഷനെ സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ എഴുതാം, ബോറോവർ എന്ന് പറഞ്ഞ റിലേഷൻ്റെ അകത്തുള്ള ലോൺ ഐ ഡിയും ലോൺ എന്ന് പറഞ്ഞ റിലേഷൻ്റെ അകത്തുള്ള ലോൺ ഐ ഡിയും സെയിം ആയിട്ട് വരുന്ന, അതുപോലെ തന്നെ ബ്രാഞ്ച് നെയിം സിയാറ്റിലായിട്ടുള്ള ടുപ്പിൾസിനെ മാത്രം സെലക്ട് ചെയ്യുക. എന്തിൽ നിന്നാണ്, ബോറോവർ ലോൺ എന്ന് തമ്മിൽ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടിൽ നിന്നും ഈ ബോറോവറിനും ലോണെന്നും പറഞ്ഞ റിലേഷൻ്റെ ലോൺ ഐ ഡി സെയിം ആയിട്ട് വരുന്നതും ബ്രാഞ്ച് നെയിം സിയാറ്റിലായി വരുന്നതുമായിട്ടുള്ള ടുപ്പിൾസിനെ മാത്രം സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ ടുപ്പിൾസിൻ്റെ കസ്റ്റ് നെയിം മാത്രം പ്രൊജക്റ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൻ്റെ റിസൾട്ട് കിട്ടി. ഇതെന്ന് പറയുന്നതും ഒരു റിലേഷനാണ്. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീനെയിം ഓപ്പറേഷനാണ്. അപ്പം ഇതുപോലെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് പോലത്തെ പല ഓപ്പറേഷൻസും പെർഫോം ചെയ്യുമ്പം നമ്മളുടെ ഒരു എക്സ്പ്രഷൻ അല്ല ഇതിൽ നിന്നും നമുക്കൊരു റിലേഷൻ കിട്ടി. ഈ റിസൾട്ടഡ് ആയിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് അതിനൊരു പേരില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഈ റിസൾട്ട് കിട്ടിയ ഈ റിലേഷന് ഒരു സ്കീമായും ഉണ്ട് അല്ലേ. അപ്പോൾ ഇതുപോലത്തെ കിട്ടിയ ആ റിസൾട്ടിനൊരു പേര് കൊടുക്കണം. ആ പേര് കൊടുക്കാൻ വേണ്ടി നമ്മൾ റീനെയിം ഓപ്പറേറ്റർ ആയിട്ടുള്ള റോ ഉപയോഗിക്കും. അത് ചെയ്യുന്ന ഓപ്പറേഷൻ നമുക്ക് റീനെയിം ഓപ്പറേഷൻ എന്ന് വിളിക്കാം. അപ്പോൾ അതിന് നമുക്ക് റോ എക്സ് ഓഫ് ഇ എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ ഇ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇതേ ഈ റിലേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച് ഇതുപോലത്തെ വലിയ എക്സ്പ്രഷൻസ് ആവാം, ഇല്ലെങ്കിൽ ബോറോവർ ലോൺ എന്നൊക്കെ പറയുന്ന പോലത്തെ എന്തെങ്കിലും റിലേഷനോ ആ റിലേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന റിലേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന റിലേഷൻ വേരിയബിളോ എന്ത് വേണമെങ്കിലും ആകാം. ഇനി എക്സ് എന്ന് പറയുന്നതോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ പേരിനെയാണ് നമ്മൾ എക്സ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ജനറൽ ഫോം ആയിട്ടുള്ള ഈ റീനെയിം ഓപ്പറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, റോ എക്സ് A1 A2 A2 AN ഓഫ് ഇ. അപ്പം ഇ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പ്രഷനോ റിലേഷനോ എന്ത് വേണമെങ്കിലും ആകാം. എക്സ് എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ പേര്, A1 A2 AN എന്ന് പറയുന്നത് റിലേഷൻ ആട്രിബ്യൂട്ട്സിനെ റീനെയിം ചെയ്യാൻ വേണ്ടിയിട്ട് അലോ ചെയ്യുന്നു.
ഇനി ഈ റീനെയിം ഓപ്പറേഷൻ റോ എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള റിലേഷൻ ഓൾജിബ്ര എക്സ്പ്രഷനിൽ മാത്രമേ അപ്ലൈ ചെയ്യുകയുള്ളൂ. ഇതൊരു പുതിയ റിലേഷൻ വേരിയബിളിൽ നിന്നും ക്രിയേറ്റ് ചെയ്യുകയില്ല. അപ്പോൾ പുതിയ നമ്മൾ കൊടുക്കുന്ന പേര് അത് റിലേഷണൽ ഓൾജിബ്ര എക്സ്പ്രഷൻസിൽ മാത്രമേ വിസിബിൾ ആവുകയുള്ളൂ, എൻക്ലോസ് ചെയ്തിട്ടുള്ള. അപ്പോൾ ഈ റീനെയിം ഓപ്പറേഷൻ അതിന് മെയിൻലി 2 മെയിൻ പർപ്പസാണുള്ളത്. ഇത് ഡെറൈവ്ഡ് ആയിട്ടുള്ള റിലേഷൻ, അതിൻ്റെ ആട്രിബ്യൂട്ട്സ് അതിനെ അലോ ചെയ്യുന്നു എൻക്ലോസിങ് ആയിട്ടുള്ള റിലേഷണൽ ഓൾജിബ്ര ഓപ്പറേഷൻസ് ഉപയോഗിച്ച് റെഫർ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഒരു ബേസ് അലോ ചെയ്യുന്ന ഒരു ബേസ് റിലേഷൻ മൾട്ടിപ്പിൾ വേസിൽ ഒരു കൊറിയയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഒറ്റൊരു രീതി പറയാനാണെങ്കിൽ ഈ റീനെയിം ഓപ്പറേഷനൊക്കെ നമുക്ക് ആംബിഗ്യൂയിറ്റീസ് ഒക്കെ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് നമുക്കൊരു എക്സാമ്പിൾ ഉപയോഗിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം ഇവിടെ എനിക്ക് ലാർജസ്റ്റ് എമൗണ്ട് ഉള്ള ലോൺ എടുത്തിട്ടുള്ള ആ ലോണിൻ്റെ ID അത് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള സെലക്ട്, അതുപോലെ പ്രൊജക്ഷൻ, സെറ്റ് യൂണിയൻ, സെറ്റ് ഡിഫറൻസ്, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതെങ്ങനെയാണ് ഫൈൻഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ മറ്റു ലോണുകളിൽ നിന്നും ഏറ്റവും ചെറിയ ലോൺസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഫൈൻഡ് ചെയ്യാനാണെങ്കിൽ ലാർജ് ലോൺ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് സെറ്റ് ഡിഫറൻസ് യൂസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ അതിന് വേണ്ടി എന്ത് ചെയ്യും, അപ്പം ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്, അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ലാർജസ്റ്റ് എമൗണ്ട് വന്ന ലോൺ ID ഫൈൻഡ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോണത് മറ്റ് ലോണിനേക്കാളും ചെറിയ ലോൺസ് ഉള്ള ആ ടുപ്പിൾസ് മാത്രം നമ്മൾ ഫൈൻഡ് ചെയ്യും. എന്നിട്ട് ലാർജസ്റ്റ് ലോൺ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സെറ്റ് ഡിഫറൻസ് ഉപയോഗിക്കും. അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ നമുക്ക് മറ്റേതോ ഒരു ലോണിനേക്കാളും ചെറിയ ലോണുള്ള ലോൺസിനെ ഫൈൻഡ് ചെയ്യണം അല്ലേ. അതിനുവേണ്ടി ഫസ്റ്റ് നമുക്ക് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഫസ്റ്റ് ചെയ്യണം. അപ്പോൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഈ ലോണിന് തന്നെ ലോൺ ക്രോസ് ലോൺ എന്ന് പറഞ്ഞ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഫൈൻഡ് ചെയ്യണം. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ലെഫ്റ്റ് സൈഡിലൊരു ലോണുണ്ട്, റൈറ്റ് സൈഡിലൊരു ലോണുണ്ട്. രണ്ട് ലോണിനും കോമൺ ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ആണ്. ആ ആട്രിബ്യൂട്ട്സിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലെയാണോ റൈറ്റിലെയാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇതുപോലത്തെ ആംബിഗ്യൂറ്റീസ് വരുമ്പോൾ ഈ ആംബിഗ്യൂറ്റീസ് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, റീനെയിം ഓപ്പറേഷൻ ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ട് ഈ റൈറ്റ് സൈഡിലുള്ള ഈ ലോണിനെ റീനെയിം ഓപ്പറേഷൻ ഉപയോഗിച്ചിട്ട് റീനെയിം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ലോൺ ഇൻറ്റു റോ ടെസ്റ്റ് ഓഫ് ലോൺ എന്ന് പറയുമ്പം എന്താണ്, ഈ ലോണിൻ്റെ പേര് ടെസ്റ്റ് എന്ന് പറഞ്ഞ് റൈറ്റ് സൈഡിലെ ലോണിൻ്റെ പേര് ടെസ്റ്റ് എന്ന് പറഞ്ഞ് റീനെയിം ചെയ്തു. ഇനി നമുക്ക് ലോൺ ഇൻറ്റു ടെസ്റ്റ് എന്ന് പറഞ്ഞ് എഴുതാമല്ലോ. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, സ്മോളർ മറ്റൊരു ലോണിനേക്കാളും സ്മോളർ എമൗണ്ട് ഉള്ള ലോൺസിൻ്റെ IDസിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ലോണിനെയും അതുപോലെ ടെസ്റ്റ് എന്ന് നമ്മൾ പേര് മാറ്റിയ ആ ലോണിനെ നമുക്ക് ഇനി ടെസ്റ്റ് എന്ന് വിളിക്കാമെന്ന്, ആ ടെസ്റ്റിനെയും തമ്മിൽ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ചെയ്തു. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ചെയ്തിട്ട് കിട്ടിയ റിസൾട്ട് ആ ടുപ്പിൾസിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ്. ആ ടുപ്പിൾസിൻ്റെ എങ്ങനത്തെ ടുപ്പിൾസാണ് വേണ്ടത്, ലോണിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ടെസ്റ്റ് എന്ന് പറയുന്ന റിലേഷൻ്റെ എമൗണ്ടിനേക്കാൾ ചെറുതായിട്ട് വരണം. അങ്ങനത്തെ ടുപ്പിൾസിനെ മാത്രം ഫൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ ലോൺ ID മാത്രം സെലക്ട് ചെയ്തു. എന്നിട്ട് കിട്ടിയ റിസൾട്ടിനെ നമ്മൾ ലോൺ കൊണ്ട് സെറ്റ് ഡിഫറൻസ് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്, ലാർജസ്റ്റ് എമൗണ്ട് എൻ്റെ ലോൺ ID ആയിട്ടുള്ള L421 ആണ്. L421. അപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ ഫസ്റ്റ് ലോൺ എന്ന് പറഞ്ഞ ടേബിളിൻ്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ചെയ്തു. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ലോണിന് തന്നെ ലോൺ എന്ന് പറഞ്ഞ മറ്റൊരു അതേ ലോണിൽ തന്നെ നമ്മൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് എളുപ്പത്തിന് വേണ്ടി നമ്മൾ റൈറ്റ് സൈഡിലെ ലോണിനെ റോ ടെസ്റ്റ് എന്ന് പറയുന്ന പേര് മാറ്റി. എന്നിട്ട് ഈ ടെസ്റ്റിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ലോണിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ടെസ്റ്റിൻ്റെ എമൗണ്ടിനേക്കാളും ചെറുതായിരിക്കണം. അങ്ങനെ അത് ടുപ്പിൾസിനെ മാത്രം സെലക്ട് ചെയ്തു. ആ ടുപ്പിൾസിൻ്റെ ലോൺ ID മാത്രം പ്രൊജക്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന ആ IDയെ ടോട്ടൽ ലോൺ ID ആയിട്ട് മൈനസ് ചെയ്തു.
അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓപ്പറേഷനെയും റീനെയിം ഓപ്പറേഷനെയും പറ്റിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക്കിനെ പറ്റി ഒരു ഐഡിയ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.